ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 ഹെഡ്സ്. വാട്ട് ഈസ് ദ പീരീഡ്? സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 ഹെഡ്സ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പീരീഡ്. പീരീഡിനെ നമ്മൾ ടി ആണ് റെപ്രസെന്റ് ചെയ്യുക. പീരീഡ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ പീരീഡ്. അല്ലെങ്കിൽ നമുക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി എന്ന് എഴുതാം. സോ പീരീഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ പീരീഡിനെ ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഇക്വേഷൻ എഴുതുമ്പോൾ പി എന്ന് എഴുതുന്നേ ഉള്ളൂ. ടി ഈസ് ഈക്വൽ ടു 1 ബൈ എഫ്. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 1 ബൈ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. സിമ്പിൾ അല്ലേ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? സോ ഇവിടെ പറയുന്നുണ്ട് വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 0.5 സെക്കൻഡ് എടുക്കുന്നു. നമ്മൾ ഈ ഒരു 1 ഓസിലേഷൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തത്? പീരീഡ്. പീരീഡിന്റെ ഡെഫിനേഷൻ എന്താ? പീരീഡ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പീരീഡ്. സോ ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ പീരീഡ് ആണ് തന്നിട്ടുള്ളത്. 1 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടുന്ന സമയം 0.5 സെക്കൻഡ്. ഇത് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫ്രീക്വൻസി. സോ നമ്മൾ എന്ത് ചെയ്യണം? പീരീഡ് ഈസ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ പീരീഡ്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ 0.5 എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 ഹെഡ്സ്. സോ ഇങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇവിടെ ഡയറക്ട്ലി നമ്മളോട് പീരീഡ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ഈ ഒരു ഡെഫിനിഷനിൽ മനസ്സിലാക്കണം 1 ഓസിലേഷൻ എടുക്കുന്ന ടൈം. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 ഹെഡ്സ് ഈസ് എക്സൈറ്റഡ് ആൻഡ് ഇറ്റ്സ് സ്റ്റെം ഈസ് പ്രസ്ഡ് ടു എ ടേബിൾ. ഡസ് ദ ടേബിൾ വൈബ്രേറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ? വാട്ട് ഈസ് ദ ഫിനോമിന നോൺ ആസ്? അതായത് നമ്മളൊരു ടേബിളിന്റെ മേലേക്ക് എന്ത് ചെയ്തു? ഒരു ട്യൂണിംഗ് ഫോർക്ക് ഓഫ് 512 ഹെഡ്സ്. ഈ ട്യൂണിംഗ് ഫോർക്ക് എന്താ ചെയ്യുക? നമ്മൾ ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ ടേബിളിന്റെ മേലെ പ്ലേസ് ചെയ്യും, അല്ലെ, പ്രസ് ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു, ഡസ് ദ ടേബിൾ വൈബ്രേറ്റ്? യെസ്, ടേബിൾ വൈബ്രേറ്റ് ചെയ്യല്ലേ. അത് നമ്മൾ പറയുന്ന പേരെന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഒബ്ജക്റ്റ് കാരണം വേറൊരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യും. സോ അതിനെന്ത് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. സോ ദറ്റ് യെസ്, ദ ടേബിൾ വൈബ്രേറ്റ് ഡ്യൂ ടു ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരമായിട്ട് വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, പീരീഡ് പഠിച്ചു, ഫ്രീക്വൻസി പഠിച്ചു, ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു. സോ നമുക്ക് വേവിനെ 2 ടൈപ്പ് ഓഫ് വേവ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആൻഡ് മെക്കാനിക്കൽ വേവ്. സോ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. അതായത് മെക്കാനിക്കൽ വേവ്സിന് എന്ത് വേണം? മീഡിയം വേണം ടു ട്രാവൽ. നീഡ് മീഡിയം ടു ട്രാവൽ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് they does not know medium to travel. അവർക്ക് മീഡിയം വേണ്ട ട്രാവൽ ചെയ്യാൻ. സോ നമുക്ക് മെക്കാനിക്കൽ വേവ് ഏത് ടൈപ്പ് വേവ്സ് ആണ്? ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഏത് ടൈപ്പ് വേവ്സ് ആണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താ, ട്രാൻസ്വേഴ്സ് വേവ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സോ മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിൾ ആണ് സൗണ്ട്, സെസ്മിക് വേവ്സ്. സൗണ്ട് എന്തുകൊണ്ടാണ്? സൗണ്ടിന് മീഡിയം മസ്റ്റ് ആണ് ട്രാവൽ ചെയ്യാൻ. നമുക്ക് സ്പേസിലൊന്നും സൗണ്ട് കേൾക്കില്ല, കാരണം സ്പേസിൽ എന്തില്ല? മീഡിയം ഇല്ല. സോ സൗണ്ടിന് മീഡിയം വേണം. സോ സൗണ്ട് വിൽ ബി എ മെക്കാനിക് വേവ് ഓർ സൗണ്ട് വിൽ ബി എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, സെസ്മിക് വേവ് എർത്ത് ക്വേക്കെല്ലാം ഉണ്ടാകുന്ന സമയത്ത് വരുന്ന വേവ് ആണ് സെസ്മിക് വേവ്. അതിനെന്ത് വേണം? മീഡിയം വേണം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൗണ്ട് വേവ് ഈസ് എ മെക്കാനിക്കൽ വേവ് ഓർ ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാൻ പറ്റും. സോ റേഡിയോ വേവ്സ്, ലൈറ്റ്, ഇൻഫ്രാറെഡ് റേസ്. നമ്മളിപ്പോൾ നമ്മുടെ ലൈറ്റ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എന്തെത്തുന്നുണ്ട്? ലൈറ്റ് എത്തുന്നുണ്ട്, അല്ലേ? ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലം എന്താണ്? സ്പേസ് ആണ്. ഒരു മീഡിയവും ഇല്ല. എന്നാലും ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ട്രാവൽ ചെയ്തിട്ട് എർത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. സോ ലൈറ്റിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട. സോ ലൈറ്റ് എന്ത് ടൈപ്പ് വേവ് ആണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓർ ഇറ്റ് ഈസ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയാൻ പറ്റും. സിമിലർലി റേഡിയോ വേവ്സ്, സാറ്റലൈറ്റ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേവ്സ് റേഡിയോ വേവ്സ് ആണ്. സാറ്റലൈറ്റ് സ്പേസിലാണെന്ന് അറിയാം. സോ റേഡിയോ വേവ്സിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട.
സോ നെക്സ്റ്റ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് വേവ്സ് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തല്ലേ. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞ ടേം കേട്ടു, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞ ടേം കേട്ടു. സോ ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ട്രാൻസ്വേഴ്സ് വേവ് ക്യാൻ ബി ഡിഫൈൻഡ്. ഞാൻ ഡെഫിനേഷൻ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദി പാർട്ടിക്കിൾ വൈബ്രേറ്റ്സ് perpendicular to the propagation of wave. ഇത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഇങ്ങനെ പറയാം, the particles vibrates parallel to the propagation of wave. ഓക്കെ, നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഒരു എക്സാമ്പിൾ പറഞ്ഞതല്ലേ, സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഒരു എക്സാമ്പിൾ ആണ്. സോ ഞാനൊരു ട്യൂണിങ് ഫോർക്ക്, ഞാൻ എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസ് പാരലലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഒരു ട്യൂണിങ് ഫോർക്ക് എടുത്തു. ഈ ട്യൂണിങ് ഫോർക്ക് എന്ത് ചെയ്യും, മുന്നോട്ടും ബാക്കോട്ടേക്കും വൈബ്രേറ്റ് ചെയ്യും അല്ലേ. ഇതിപ്പം പൊസിഷൻ എ, പൊസിഷൻ ബി. ട്യൂണിങ് ഫോർക്ക് മുന്നോട്ടും ബാക്കോട്ടേക്കും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. സോ ഇതാ മുന്നോട്ടും ബാക്കോട്ടേക്കും വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ, മുന്നോട്ടും ബാക്കോട്ടേക്കും വൈബ്രേറ്റ് ചെയ്യും. സോ അതിന് തൊട്ടടുത്തുള്ള എയർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഈ വൈബ്രേഷൻ കാരണം തൊട്ടടുത്തുള്ള എയർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. സോ ഡിസ്റ്റൻസിലുള്ള മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടാവും, തൊട്ടടുത്തുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ വൈബ്രേഷൻ, വേവ് അല്ലേ, വേവ് ട്രാവൽ ചെയ്ത് പോവില്ലേ, വേവ് ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് ട്രാവൽ ചെയ്ത് പോകും. സോ ഈ വൈബ്രേഷൻ കാരണം ഇവിടെയുള്ള മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ട്രാവൽ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്രഷൻ, ആ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് വേറെ പൊസിഷനിൽ കാണാൻ പറ്റും. സോ ഈ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. വേവ് മൂവ് ചെയ്തതാണേ, ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് വേവ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. വേവ് എങ്ങനെ മൂവ് ചെയ്യുന്നത്, മോളിക്യൂൾസ് ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മോളിക്യൂൾസ് ഇങ്ങോട്ടേക്ക് വൈബ്രേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ വേവ് എവിടുന്ന് എവിടത്തേക്കാണ് മൂവ് ചെയ്യുന്നത്, ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വേവിന്റെ മോഷൻ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനും ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. സോ ഇവർ രണ്ടാളും എങ്ങനെയാണ്, പാരലലാണ്. സോ പാർട്ടിക്കിൾസ് ആൻഡ് വേവ് ആർ പാരലൽ. അതാണ് ഇവിടെ പറഞ്ഞത്, പാർട്ടിക്കിൾ വൈബ്രേറ്റ്സ് പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പ്രൊപ്പഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വേവ് പോകുന്ന ഡയറക്ഷനെ പ്രൊപ്പഗേഷൻ എന്ന് പറയും, പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. സോ നമ്മൾ ഇവിടെ എന്താണ്, മോളിക്യൂൾസ് ഒക്കെ കൂടി നിൽക്കുന്നത് അല്ലേ, ഇതിന് നമ്മൾ എന്ത് വിളിക്കും, കംപ്രഷൻ എന്ന് വിളിക്കും കേട്ടോ. കംപ്രഷൻ, ഈ ഏരിയനെ കംപ്രഷൻ എന്ന് വിളിക്കും. ഇവിടെ മോളിക്യൂൾസ് കുറച്ച് ഫ്രീ ആണല്ലേ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, റെയർ ഫ്രാക്ഷൻ എന്ന് വിളിക്കും, റെയർ ഫ്രാക്ഷൻ. സോ കംപ്രഷൻ, നമ്മൾ മോളിക്യൂൾസിനെ കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കൂടും, പ്രഷർ കൂടും. ഇവിടെ എന്തായിരിക്കും, പ്രഷർ ഹൈ ആയിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും. റെയർ ഫ്രാക്ഷനിൽ എന്തായിരിക്കും, ലോ പ്രഷർ. ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ സി എന്നും ഇതിനെ ആർ എന്നാണ് കാണിച്ചിട്ടുള്ളത്. സോ നമുക്കൊരു വേവിനെ, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ നമുക്കിങ്ങനെ കാണിക്കാം. ഇവിടെ മോളിക്യൂൾസ് കൂടി നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു, ഹിയർ കുറച്ച് ഫ്രീ ആയിട്ട്, പിന്നെ വീണ്ടും നമുക്ക് ആ മോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടി നിന്ന്, ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ മോളിക്യൂൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ കംപ്രഷനും റെയർ ഫ്രാക്ഷനും ഓർത്ത് വെക്കുക, പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനും പ്രൊപ്പഗേഷൻ ഓഫ് വേവും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന് നമുക്ക് ഇങ്ങനെ കാണിക്കാം. സോ നമ്മള് വേവ് ഇവിടുന്ന് ഇതാ പൊസിഷൻ എന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് എവിടെ എത്തുന്നുണ്ട്, ബി എന്നല്ലേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വേവ് എങ്ങനെ മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ അല്ലേ, വേവ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പോവുകയാണ്, ബിന്ന് ഇങ്ങനെ പോവുകയാണ്. സോ വേവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്, മേലേക്കാണ്. കണ്ടോ, പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനാണ് നമുക്ക് വേവ് ആയിട്ട് കാണാൻ പറ്റുന്നത്. പാർട്ടിക്കിൾസ് മേലേക്കാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, വേവ് പോകുന്നത്
നേരെ പെർപെൻഡിക്കുലർ. സോ ഇത് നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും, ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ട്രാൻസ്വേഴ്സ് വേവ് എടുക്കുന്ന സമയത്ത് നമ്മൾ തൊട്ട് മുന്നേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ കംപ്രഷനും റെയർഫ്രാക്ഷനും കണ്ടല്ലേ. ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്രസ്റ്റും ട്രഫും. ഇതെന്താണ്, ക്രസ്റ്റ് എന്ന് വിളിക്കും, ലോവർ പൊസിഷൻ എന്ത് വിളിക്കും, ട്രഫ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ കംപ്രഷനും റെയർഫ്രാക്ഷനും പറഞ്ഞ പോലെ ഇവിടെ ക്രസ്റ്റും ട്രഫും എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.